അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എം.ആർ. അജിത് കുമാർ ആരോപണ വിമുക്തൻ. പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 ആഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവങ്കോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ 4 ആരോപണങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടന്നത്. എ.ഡി.ജി.പി കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത് SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്താണെന്നും വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്തുവിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു എന്ന ആരോപണവും വിജിലൻസ് തള്ളി. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ആരോപണവും തെളിയിക്കാനായില്ല. സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും എം.ആർ. അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്നൊന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ DGPക്ക് കൈമാറും. വിജിലൻസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് പി.വി. അൻവർ എം.എൽ.എ. ഇതൊരു നെക്സസ് ആണ്. ഈ ഒരു നെറ്റോറിയസ് ക്രിമിനൽ സംഘമുണ്ട്. അപ്പൊ സ്വാഭാവികമായും അജിത് കുമാറിന്റെ അന്വേഷണം അങ്ങനെയല്ലേ വരുള്ളൂ. വിജിലൻസ് റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. അദ്ദേഹത്തെ എന്താ ചെയ്തത്? 10ാം ക്ലാസ് A ഡിവിഷനിൽ നിന്ന് C ഡിവിഷനിലേക്ക് മാറ്റി. ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല. എന്നിട്ട് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അജിത് കുമാറിനെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ്. 24 തിരുവനന്തപുരം.